ആധാർ മച്ചാൻസിലേക്ക് സ്വാഗതം. ശിവപ്രസാദ് സംവിധാനം ചെയ്ത മരണമാസ് എന്ന ചിത്രത്തിൽ നമ്മുടെ ബേസിൽ ജോസഫ്, സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവൻ എന്നിവരാണ് പ്രധാന കഥാപാത്രത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഒരു റെസ്പോൺസിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പുറത്തിറങ്ങിയവരെല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് പറയുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി സിനിമയാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പിന്നാണെങ്കിൽ ഇതിലുള്ള നമ്മുടെ ബേസിലിന്റെ കാര്യമാണ് എല്ലാവരും പ്രത്യേകം എടുത്തു പറയുന്നത്. ബേസിലിന്റെ ബേസിൽ ഷോ ആണ് ഈ പടം എന്നാണ് പറയുന്നത്. കാരണം ഈ സിനിമയ്ക്കകത്ത് ഒരു ബേസിലിന്റെ ക്യാരക്ടർ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിക്കത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ അതുപോലെ ഒരാൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു രീതിക്കത്തെ ഒരു ക്യാരക്ടറാണ് ബേസിലിന്റെ. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ഇത് ഇതിനെ പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്യാൻ പറ്റിയ രീതിക്കാണ് ഇതിന്റെ കഥയും പോകുന്നത്. പിന്നെ ഈ കഥ പോകുന്നത് ജസ്റ്റ് കോമഡി മാത്രമല്ല, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമയിലെ ആൾക്കാരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബേസിലിന്റെ ആണെങ്കിലും സുരേഷ് കൃഷ്ണയുടെ ആണെങ്കിലും രാജേഷ് മാധവന്റെ ആണെങ്കിലും പെർഫോമൻസ് ഒക്കെ ഭയങ്കര കിടിലം പെർഫോമൻസ് ആണ്. പിന്നെ രാജേഷ് മാധവന്റെ കാര്യങ്ങൾ കുറച്ച് ആൾക്കാർ എടുത്തു പറയുന്നുണ്ട്, പുള്ളിക്കാരൻ നല്ല രസമായിട്ട് അത് ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ബേസിൽ ജോസഫിന്റെ കാര്യമാണെങ്കിലും പിന്നെ ഇതിനകത്ത് ചെറിയൊരു ക്യാരക്ടർ ഉണ്ട്, അത് നമുക്ക് അത് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാണുമ്പോൾ അതിന്റെ ഒരു ഫ്ലോ അങ്ങ് പോകും. അപ്പോൾ ആ ക്യാരക്ടർ എല്ലാം മൊത്തത്തിൽ നല്ല രീതിക്ക് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും കുറച്ച് നല്ല രീതിക്ക് തന്നെ എൻഗേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു 30 മിനിറ്റ് ഒക്കെ ആണെങ്കിൽ സിനിമയാണെങ്കിൽ ഒരു ട്രാക്കിലോട്ട് വന്നില്ല, 30 മിനിറ്റ് അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ഒറ്റ പോക്കായിരുന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഈ ഇറങ്ങിയ വിഷുവിന് കാണാൻ പറ്റിയ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ തന്നെയാണ് മരണമാസ് എന്നാണ് നമുക്കിപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ സിനിമ ഉറപ്പായിട്ടും നമ്മുടെ ബേസിലാണെങ്കിൽ ഇപ്പോൾ ഒരു ജനപ്രിയ നായകൻ ഇമേജ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ പടം കാണാൻ എല്ലാവരും തിയേറ്ററിലേക്ക് വരുവാണ്. അപ്പോൾ എന്തായാലും ഈ പടം ഇപ്പോൾ പോസ്റ്റർ റിപ്പോർട്ടോടെ വന്ന് ഈ ഇറങ്ങിയ സിനിമകളിലെ 4 സിനിമകളാണ് നമ്മുടെ വിഷുവിന് ഇറങ്ങിയത്. ഈ സിനിമകളിൽ ഏറ്റവും കുറവ് ഷോ കിട്ടിയ സിനിമ നമ്മുടെ മരണമാസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് റിവ്യൂവിന് ശേഷം, അതായത് ആൾക്കാരുടെ റെസ്പോൺസിന് ശേഷം ഈ പടത്തിന്റെ ഷോസും ഭയങ്കരമായിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ നല്ലൊരു സിനിമയാണ്. വിഷുവിന് ഫാമിലിയായിട്ട് പോയി കണ്ട് എന്റർടൈൻമെന്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് മരണമാസ് എന്നുള്ളത്. പേര് മരണമാസ് ആണെങ്കിൽ പടം കൊലമാസാണ്. പിന്നെ നമ്മുടെ ടൊവിനോ ആണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാലും ടൊവിനോയ്ക്ക് നല്ല രീതിക്ക് പൈസ വാരും എന്നുള്ള കാര്യത്തിന് ഒരു ഡൗട്ടും ഇല്ല. നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.